ആത്മീയതയുടെ പേരിൽ എത്രയെല്ലാം തട്ടിപ്പുകളാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ആത്മീയ ചികിത്സയുടെ പേരിലും തട്ടിപ്പ് നടത്തുന്നവരുണ്ട്. ചികിത്സ ഇന്ന് തട്ടിപ്പിന്റെ വലിയ മാർഗമായി മാർക്കറ്റായി മാറിയിട്ടുണ്ട്. കിട്ടിയ ആളുകളുടെ അടുക്കലേക്ക് ചികിത്സയ്ക്ക് ഒരിക്കലും പോകരുത്. നിങ്ങളെ ദുനിയാവും ആഖിറവും എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുപോലെ ആത്മീയത നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആത്മീയതയിലേക്ക് ഞങ്ങൾ നയിക്കുമെന്ന് പറഞ്ഞു നടക്കുന്ന ചില ശൈഖുമാരുണ്ട്. അവരെയും നിങ്ങൾ സൂക്ഷിക്കണം. പ്രത്യേകമായി ജാഗ്രതയാക്കേണ്ട കാലമാണിത്. സുബ്ഹാനല്ലാഹ്, എത്ര ശൈഖുമാരാണ്. ഓരോ പഞ്ചായത്തിന്റെ ഓരോ വാർഡിലും ഓരോ 2 ശൈഖുമാരാണ് ഇന്ന്. നിസ്കാരത്തിന്റെ ഫർള് അറിയില്ല, ജനാബത്ത് കുളിക്കാൻ പോലും അറിയില്ല. പക്ഷെ ഇവനോ ശൈഖാണ്, വലിയ ശൈഖാണ്. സുബ്ഹാന ജല്ല ജലാലു. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ശൈഖുമാരെന്നൊക്കെ പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ശൈഖുമാർ ഒരു മുതഅല്ലിമിന്റെ അത്ര പോലും ഇൽമില്ലാത്ത, അറിവില്ലാത്ത പടുജാഹിലുകളാണ്. അവരാ ഇന്ന് ശൈഖുമാരായി നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ, ഒരു ക്ലിപ്പ് നോക്കാൻ സാധിച്ചു. നോക്കുമ്പോ അതിൽ ഒരു ശൈഖിനെ പറ്റി ഒരു മുരീദ് പ്രസംഗിക്കുക. അങ്ങനെ പ്രസംഗിക്കുമ്പോ ശൈഖിന്റെ പേര് പറയുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ സ്വലാത്ത് പറയും. ശൈഖിന്റെ മേലെ സ്വലാത്ത്. യഥാർത്ഥത്തിൽ സ്വലാത്ത് അസ്വാലത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ളതാ. അത് നബിക്ക് അല്ലാഹു തആല ബഹുമാനമായി കൊടുത്ത കാര്യമാണ്. അല്ലാത്തവർക്കോ അത് ബിത്തബഅയി ലഭിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അങ്ങനെ താബിയായി ലഭിക്കുമെന്നല്ലാതെ സ്വലാത്ത് അസ്വാലത്തൻ അത് ഉള്ളത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ സ്വലാത്ത് ശൈഖിന് വെച്ചു കൊടുക്കുന്നു. ശൈഖ് മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ ശൈഖിന്റെ മകനാണ് പോലും. അങ്ങനെയാ. അത് തറവാട് സ്വത്താണ്. ഈ ശൈഖ് എന്നൊക്കെ ഇന്നൊക്കെ തറവാട് സ്വത്ത്. ഇമാം ഷഅറാനി പറഞ്ഞു, ഇമാം ഷഅറാനിയോട് ചോദ്യമുണ്ട്, ഇങ്ങനെ ഒരു ശൈഖ് മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ വാരിധീങ്ങൾ മക്കൾ ഇങ്ങനെ അതിൽ ശൈഖുമാരായി വരുമോ? ഇമാം ഷഅറാനി പറയുന്ന അങ്ങനെ വരുന്ന കാര്യമൊന്നുമില്ലത്. അങ്ങനെ തറവാട് ബാപ്പ മരിച്ച മക്കള് മകന്, പിന്നെ അയാൾ മരിച്ച അയാളെ മകന്, അങ്ങനെ തറവാട് സ്വത്തൊന്നുമില്ല ശൈഖ്. ഇന്ന് ഇങ്ങനെ ഏതോ തമ്മാടിയായി റൗഡിയായി ജീവിച്ചവരാണ് ഇപ്പൊ ശൈഖാണത്രേ. പേര് 1.5 കിലോമീറ്റർ നീളമുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ ചില ആളുകൾക്കുള്ള പണി എന്താണ്? ഇന്ന് ത്വരീഖത്ത് അല്ലെങ്കിൽ ഈ തസൗഫ് എന്നൊക്കെ പറഞ്ഞാൽ ആലിമീങ്ങളെ ചോദ്യം ചെയ്യുക. അതാണ് ഇന്ന് ആകെ ത്വരീഖത്ത് നന്നാല്. ആലിമീങ്ങളെ തെറി വിളിക്കുക, സ്റ്റേജ് കെട്ടുക. 360 ദിവസവും കൊല്ലത്തിൽ എന്തെല്ലാം ആലിമീങ്ങളെ പറയാൻ കിട്ടോ, പണ്ഡിതന്മാരെ എന്തെല്ലാം ചീത്ത പറയാനും വിളിക്കാനും കിട്ടോ, അതിന്റെ പിന്നാലെ കൂടുകയാണ്. ഇവന് ഇബാദത്തുണ്ടോ? ഇല്ല. നിസ്കാരത്തെ പറ്റി ചിന്തയുണ്ടോ? ഇല്ല. സുന്നത്ത് നിസ്കാരത്തെ പറ്റി ഓർമ്മയുണ്ടോ? ഇല്ല. സുന്നത്ത് നോമ്പുകളുണ്ടോ? അതിന്റെ ചിന്തയില്ല. ഇവന്റെ ചിന്ത മുഴുവനും എന്താണ്? അയാളിൽ നിന്ന് എന്ത് എനിക്ക് പറയാൻ കിട്ടുന്നു, അയാളെ വിമർശിക്കാൻ എന്ത് കിട്ടുന്നു, അയാളെ പരിഹസിക്കാൻ തരം താഴ്ത്താൻ എനിക്ക് എന്ത് കിട്ടുന്നു, ഇങ്ങനെ തേടി നടക്കുന്ന ചില മനുഷ്യന്മാരുണ്ട് ത്വരീഖത്തിന്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്. ഇന്ന തസൗഫ കുല്ലഹു ലഹുവൽ അദബ് വമിനൽ അവാരിഫി ഫത്ലുബൻ ഹുവ അവ്വിലാ. തസൗഫ് എന്ന് പറഞ്ഞാൽ അദബ് പാലിക്കലാണ് തസൗഫ്. അദബ് പാലിക്കുന്നതിനാണ് തസൗഫ് എന്ന് പറയാ. അപ്പോ സൂഫി എന്ന് പറഞ്ഞാൽ ആരാ? അൽ മുതഅദ്ദിബു, അദബ് പാലിക്കുന്ന ആള്, അവനാണ് യഥാർത്ഥത്തിൽ സൂഫി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് ഈ ത്വരീഖത്ത് എന്നൊക്കെ പറഞ്ഞ് ആത്മീയത എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലോ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അദബ്, എന്തെങ്കിലും ഒരു മര്യാദ അവരെ ജീവിതത്തിലുണ്ടോ? പഠിപ്പിച്ച
പഠിപ്പിച്ച ഉസ്താദുമാരോട് അതവുണ്ടോ? ശരീഅത്തിന്റെ പണ്ഡിതന്മാരോട് അതവുണ്ടോ? പഠിച്ച കിതാബുകളോട് അതവുണ്ടോ? ഒരു അതവുമില്ല. പിന്നെ ആലിമീങ്ങളെ തെറി വിളിക്കുക. മൻ തഅദ്ദബ ബിആദാബി ശർഇ തഅദ്ദബ ബിഹി മുത്തബിഉ. മഹാന്മാര് പറഞ്ഞു ശർഅ് പഠിപ്പിച്ച അദബ് മര്യാദവർത്തൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവനാണോ? എന്നാൽ അവന്റെ മുരീദുമാരും അവന്റെ താബീങ്ങളും അവന്റെ ഫോളോവേഴ്സുകളും അവരും അവരുടെ ജീവിതത്തിൽ അദബ് കാണും. ഷെയ്ഖ് എനിക്ക് തന്നെ അദബില്ലേ, പിന്നെ മുരീദിനിക്ക് എവിടെ നിന്ന് അദബ് കിട്ടുക? ഷെയ്ഖിന് തന്നെ അദബില്ല, പിന്നല്ലേ മുരീദിന് അദബ് കിട്ടുക? വമൻ തഹാവന ബിൽ അദബ്, ആര് മര്യാദയെ അവഗണിച്ചോ, ആര് മര്യാദയും അദബ് പാലിക്കുന്നതിന് നിസ്സാരപ്പെടുത്തിയോ, മഹാന്മാര് പറയുന്നു ഹലക വ അഹ്ലക, അവൻ സ്വയം നശിച്ചവനാണ്, മറ്റുള്ളവരെയും നശിപ്പിക്കുന്നവനാണ്.